Welcome to Swadhija's paper. Escalate your learning style. നിങ്ങൾക്കേറെ ഗുണപ്രദമാകുന്ന ഈ വീഡിയോ മുഴുവനും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എനി വുമൺ എന്ന് പറയുന്ന ഒരു പോയത്തിൻ്റെ അർത്ഥം വിശദീകരണം ഒക്കെ പറയാൻ പോവാണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഏതായിരുന്നു? 3 L's of Empowerment എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ കേൾക്കാത്തവർ, ആ ചാപ്റ്ററിനെ കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ, അതിൻ്റെ ട്രാൻസ്ലേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കുക. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എനി വുമൺ എന്ന് പറയുന്ന ഒരു പോയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ പോയത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് പോയം? ഇതിൽ പറയുന്നത് മുഴുവനും സ്ത്രീകൾ ഇന്നല്ല കുറേ നാളുകളായിട്ട് അനുഭവിച്ചു വരുന്ന, ഫാമിലിയിൽ അനുഭവിച്ചു വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതായത് അവൾക്കുള്ള സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ചിട്ട് പറയുന്നതാണ്. ഒരു പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പക്ഷേ അപൂർവം ചില സ്ത്രീകൾ ഇതൊന്നും അനുഭവിക്കാത്തവരുണ്ട് എന്ന് പറയാമെങ്കിലും ഒരുവിധം എല്ലാ സ്ത്രീകളും വീടിനകത്ത് അടച്ചിട്ട പോലെ കഴിയുന്നവരാണ്. അതായത് they do not have any freedom in their life. They want to take care of her husband or children or others. ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കാനേ അവർക്ക് നേരമുള്ളൂ. അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനോ അവർക്ക് സ്വയം മുന്നോട്ട് പോവാനോ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ഇല്ല. ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള പോലെ തന്നെയാണ്. എന്തിൻ്റെ മതിലുകളാണ്? അവർക്ക് ഉള്ള ഡ്യൂട്ടീസിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ആ സ്ത്രീകൾക്ക് ഓരോ ചുമതലകൾ കൊടുത്തിട്ടുള്ളതിൻ്റെ ഒക്കെ മതിലുകൾ കെട്ടി വെച്ചിട്ടുള്ളതാണ് ചുറ്റും. അവർക്ക് എന്താണ്, അവരുടെ സ്വയം പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് നേരത്തെ നമ്മൾ 3 L's of Empowerment എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ എന്താവണം, എങ്ങനെയാവണം എന്നുള്ളതാണ് മുൻപത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ്, വിമൺ എംപവർമെൻറ്റ്, അതെങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ എന്താണ് ഈ സമൂഹം, അല്ലെങ്കിൽ സത്യത്തിൽ എന്താണ് ഒരു സ്ത്രീയുടെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ റീഡ് ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? എന്താണ് സ്വാതന്ത്ര്യം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? വാട്ട് ഈസ് ഫ്രീഡം? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? എപ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ ഫ്രീഡം എൻജോയ് ചെയ്യുന്നത്? എപ്പോഴാണ്? നമ്മളൊരു കൂട്ടിൽ കിളിയെ ഇട്ടു. ആ കിളി വർത്തമാനം പറയുന്നുണ്ടായിരിക്കാം, ആ കിളി പാട്ട് പാടുന്നുണ്ടായിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ആ കിളിക്ക് ഊഞ്ഞാല് കെട്ടി കൊടുത്തു, അതിൽ ആടുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ കിളിയെ സംബന്ധിച്ച് അതാണോ അതിൻ്റെ ഫ്രീഡം? അല്ല. കൂട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ കിളി പറക്കുന്നു, ആകാശത്ത് പറന്നു പൊങ്ങി അതിനിഷ്ടമുള്ളിടത്തേക്ക് അതിനെ പോവാൻ സാധിക്കുന്നു, ഇഷ്ടമുള്ള കായ്കനികൾ ഭക്ഷിക്കാൻ സാധിക്കുന്നു, ഇഷ്ടമുള്ള മരക്കൊമ്പിലിരുന്ന് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടാൻ സാധിക്കുന്നു. അതൊക്കെയാണ് അവരുടെ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിലുള്ള ഫ്രീഡം അല്ല യഥാർത്ഥ ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന അടുത്തത് എന്താണ്? ഡു വിമൻ എൻജോയ് റിയൽ ഫ്രീഡം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫ്രീഡം, ഇപ്പം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു, ആരുമാരുടെയും കീഴിലല്ല ജീവിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഓപ്പണായിട്ട് പറയാം. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ പോലും വിമൻ എൻജോയ് ഫ്രീഡം, വിമൻ എൻജോയ് ചെയ്യുന്നുണ്ടോ ഫ്രീഡം?
സ്ത്രീകൾ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടോ? റിയൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ടോ? വിമൻ സപ്പോർട്ട് എ ഫാമിലി, ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിമൻ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഫാമിലി വിമനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ വരുന്ന ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഡു വിമൻ ഷെയർ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് മെൻ? പുരുഷന്മാരോടൊപ്പം അതേ നിലയിൽ തന്നെ സ്ത്രീകൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പുരുഷന്മാരെ പോലെ തന്നെ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ അതേ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് പറ്റുന്നില്ല എന്ന് നമുക്ക് തീർത്തു പറയാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാട് ഉള്ളവർ വളരെയധികം കുറവാണ്. അപ്പോൾ എന്താണ് ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇന്നത്തെ സമൂഹത്തിൽ? ഒരു സ്ത്രീക്കുള്ള റോള് എത്രമാത്രം ചെറുതാണ് ആളുകൾ കൊടുക്കുന്ന റോള് എന്നുള്ളതാണ് ഈ പോയത്തിൽ കാതറിൻ ടൈനാൻ എന്ന് പറയുന്ന പോയറ്റ് എഴുതിയിരിക്കുന്നത്. കാതറിൻ ടൈനാനെ കുറിച്ചിട്ട് അബൌട്ട് ദ ഓതർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വെറുതെ വായിച്ചു നോക്കുക. അപ്പോൾ എക്സാമിന് പ്രൊഫൈൽ എഴുതാനുള്ള ചോദ്യങ്ങൾ ഏത് ലെസണിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ലെസണിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എനി വുമൺ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വുമൺ വിമൻ തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു സ്ത്രീ, ഏത് സ്ത്രീയെങ്കിലും ആവട്ടെ, ആ സ്ത്രീയുടെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് ഈ പോയിറ്റ് ഇതിലൂടെ പറയുന്നത്. ആദ്യം പറയുന്നത് എന്താണ്? ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീസ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് fall to ruin me utterly. ഞാൻ ആദ്യം ഈ പോയം ഫുള്ളൊന്ന് വായിച്ചു പോവാം. നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് stanza. I am the fire upon the hearth, I am the light of the good sun, I am the heat that warms the earth, which else were colder than stone. At me the children warm their hands, I am their light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. I am the twist that holds together the children in its sacred ring, their note of love, from whose close tether no lost child goes a wandering. I am the house from floor to roof, I deck the walls, the board I spread, I spin the curtains, warp and woof, and shake the down to be their bed. I am their wall against all danger, their door against the wind and snow. Though whom a woman laid in a manger, take me not till the children grow. ഈ ലാസ്റ്റ് സ്റ്റെൻസ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ഈ ഗ്ലോസറിയിലുള്ള മീനിങ്സ് എന്തായാലും നോക്കിയിരിക്കുക. റീഡ് ആൻഡ് റെസ്പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കുക. അതുപോലെ തന്നെ അതിൽ നിന്നും കവിതയിൽ നിന്നും ആൻസർ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെറ്റ്സ് ഡിസ്കസ്, തിങ്ക് ആൻഡ് റൈറ്റ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാനുള്ള കുറേ സാധ്യതകളുണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പോൾ എല്ലാം നിങ്ങൾ നല്ലോണം ഒന്ന് നോക്കി വയ്ക്കുക. പലതും നിങ്ങൾക്ക് സ്കൂളിൽ ആക്ടിവിറ്റി ആയിട്ട് തരുന്നുണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അതിലേതെങ്കിലും വിട്ടുപോയാൽ തന്നെ നിങ്ങളത് നല്ലോണം ഒന്ന് നോക്കി വയ്ക്കുക. നൗ ലെറ്റ്സ് ഗോ ത്രൂ ദ പോയം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ടീച്ചിങ്ങിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ് നിയമം. അതായത് ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, പിന്നെ എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കാൻ കഴിയണ്ടേ നമുക്ക്? അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ്, ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കണം ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, മലയാളത്തിൽ തന്നെ ക്ലാസ് എടുക്കണം മലയാളം ടീച്ചേഴ്സ്. ഓരോ ലാംഗ്വേജ് ടീച്ചേഴ്സും അതേ ലാംഗ്വേജിൽ തന്നെ ക്ലാസ് എടുക്കണം എന്നാണ് നിയമം. പക്ഷേ ടീച്ചർമാർ പലപ്പോഴും നിങ്ങളുടെ സ്കൂളുകളിൽ അങ്ങനെയായിരിക്കില്ല ചെയ്യുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അത് ഇംഗ്ലീഷിൽ കൂടി മനസ്സിലാക്കാനും, എന്നാൽ മാത്രമല്ലേ പരീക്ഷയ്ക്ക് മലയാളം എഴുതിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇംഗ്ലീഷിൽ തന്നെ എഴുതണ്ടേ.
അത് എങ്ങനെയെന്ന് എഴുതാം, എങ്ങനെ ഇംഗ്ലീഷിൽ അത് അതിൻ്റെ സമ്മറി ഒക്കെ എഴുതാൻ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ തന്നെ കേട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഭാഷ കേൾക്കാനും കേട്ട് മനസ്സിലാക്കാനും പറ്റണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ നഴ്സറി തൊട്ടേ പഠിച്ചു വരുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്, ഇംഗ്ലീഷ് മനസ്സിലാവാനുള്ള ആ സ്കിൽസ് അതൊക്കെ നമുക്ക് വേണം എന്നാണ് പറയാം. അപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ട വിക്ടേഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടതിൽ കുറച്ച് കമൻസ് കണ്ടു. ചിലർ ഇംഗ്ലീഷിൽ പറയൂ ടീച്ചേഴ്സിനോട് പറയുന്നത് കണ്ടു. പക്ഷേ അവരതിലെടുക്കുന്ന ക്ലാസ് കറക്റ്റാണ്. അതായത് അതേ രീതിയിൽ തന്നെയാണ് ശരിക്കും ക്ലാസ് എടുക്കേണ്ടത്. പക്ഷേ അതാർക്കും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ഞാനിപ്പോൾ കമൻസിൽ കുറേ പേര് പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത്. ഇംഗ്ലീഷ് ഇപ്പോൾ ഒന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ എന്താണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഇത് മലയാളത്തിൽ കേൾക്കണം എന്നുള്ളവർക്ക് മലയാളത്തിലും പറയാം. അതിൻ്റെ ഒപ്പം ഞാൻ ഇംഗ്ലീഷിലും കൂടി ഇതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് സമ്മറി എഴുതാൻ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസസ് ഉപയോഗിക്കാം. നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ എടുത്ത് നിങ്ങൾക്ക് എവിടെയും നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എക്സാമിന് നന്നായി എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത് ഇംഗ്ലീഷിനെ മലയാളമാക്കാൻ വേണ്ടിയിട്ടല്ല, അതായത് ഇംഗ്ലീഷിൻ്റെ അർത്ഥം മലയാളത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ സ്വയം ട്രെയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു വരി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ കവിതയുടെ ഒരു സ്റ്റാൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി ഈ പോയത്തിൻ്റെ ഒരു സമ്മറി എഴുതണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ബാക്കി കുട്ടികൾക്കും കൂടി അത് ഉപകാരപ്രദമാവും. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് ശ്രദ്ധിച്ച് ഇംഗ്ലീഷിൽ ഇതിൻ്റെ സമ്മറി എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി പ്രാക്ടീസ് ആവുള്ളൂ എക്സാമിന് എഴുതാനായിട്ട്. അപ്പോൾ ഈ പോയത്തിൻ്റെ മാത്രമല്ല, നമ്മളിനി പഠിക്കാൻ പോകുന്ന എല്ലാ പോയംസിൻ്റെയും സമ്മറി നിങ്ങൾ എഴുതി വെക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ഇപ്പോൾ എക്സാമിന് ഒരു സ്റ്റാൻസ തന്നിട്ട് ഈ സ്റ്റാൻസയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, സ്റ്റാൻസ തന്നെ തരണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 2 ലൈൻസോ അല്ലെങ്കിൽ 1 ലൈനൊക്കെ ചിലപ്പോൾ തന്നിട്ട് നിങ്ങളോട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്തുകൊണ്ടാണ് ആ ലൈനിൽ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അത് നിങ്ങൾക്ക് മലയാളത്തിൽ ചിലപ്പോൾ മനസ്സിൽ വരും, പക്ഷെ അത് ഇംഗ്ലീഷിൽ എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. സോ യു ഷുഡ് പ്രാക്ടീസ് യുവർ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എനി വുമൺ എന്ന് പറയുന്ന ഈ മനോഹരമായ പോയം ആരാണ് എഴുതിയത്? ഹൂ ഇസ് ദ ഓഥർ? കാതറിൻ ടൈനൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, who is the speaker in this poem? We can understand that from this സിംഗിൾ സ്റ്റാൻസ. ഈ ഒരു ചെറിയൊരു സ്റ്റാൻസയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആരാണ് ഈ പോയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്? ഒരു സ്ത്രീയാണ്. എ വുമൺ ഈസ് സ്പീക്കിംഗ് ടു അസ്. നോട്ട് എ പെർട്ടിക്കുലർ വുമൺ, എനി വുമൺ ഇൻ ദിസ് വേൾഡ്. ദിസ് സിറ്റുവേഷൻ ഇസ് സെഡ് ബൈ എനി വുമൺ ഇൻ ദിസ് വേൾഡ്. ലോകത്തിലെ എല്ലാ സ്ത്രീകളും പറയുന്നതായിട്ടാണ്, എല്ലാ സ്ത്രീകളുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇത് എന്നുള്ള രീതിയിലാണ് പോയറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനി വുമൺ എന്ന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഏതോ ഒരു സ്ത്രീ എവിടെയോ ഇരുന്ന് പറയുന്നതല്ല, എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന, അവരുടെ ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് എത്രമാത്രം ജീവിതത്തിൽ എത്രമാത്രം അവർക്ക് റോളുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും, അതുപോലെ തന്നെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നല്ലതിനായിട്ട് ആ സ്ത്രീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ സ്ത്രീയുടെ റോൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും ഈ പോയത്തിനെ തെറ്റിദ്ധരിക്കും.
ഇതൊക്കെയാണ് സ്ത്രീകളുടെ കടമ, ഇതൊക്കെയാണ് സ്ത്രീകളുടെ ധർമ്മം എന്നല്ല ഈ പോയത്തിൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളുടെ കടമ എന്ന ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നതും അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഒരു സ്ത്രീ ഇല്ലാതെ ഒരു കുടുംബം പൂർണ്ണമാവുന്നില്ല. എ ഫാമിലി ഈസ് നെവർ കംപ്ലീറ്റഡ് വിത്തൗട്ട് എ വുമൻ എന്നുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ വായിച്ച അർത്ഥം പറയുന്നതിനേക്കാളും നിങ്ങൾ അത് വായിച്ച് സ്വയം അത് മനസ്സിൽ ഉൾക്കൊള്ളുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൊക്കെ ഒരുപാട് ഇന്നർ മീനിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തതല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? The poem opens by introducing the central metaphor of the house. The mother says that she is the pillars of the house. She is the keystone of the arch, without which the roof and wall would fall and the house would be ruined. അതായത് ഈ പോയം തുടങ്ങുന്നത് തന്നെ ഒരു വീടിൻ്റെ സെൻട്രൽ മെറ്റഫറിനെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. മെറ്റഫർ, ഈ കവിതയിലുടനീളം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണത്. മെറ്റഫോർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നിനോട് സിമിലർ ആയിട്ട് പറയുക. ഇപ്പോൾ മേഘങ്ങൾ കാണാൻ ആനയെ പോലെയുണ്ട് എന്ന് പറയുമ്പോൾ അത് സിമിലിയാണ്. ആ മേഘങ്ങൾ ആനയാണ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫറാണ്. പോലെ എന്ന് പറയുമ്പോൾ സിമിലി, അതായത് ലൈക്ക് എന്ന് ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അത് സിമിലിയാണ്. പക്ഷെ ഇവിടെ ലൈക്ക് എന്ന് പറയുന്ന ഒന്നും പറയാതെ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ആദ്യം പറയുന്നത്? ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ഐ ആം ലൈക്ക് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്നല്ല, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. സോ വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ്സ് എ മെറ്റഫർ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കവിത തന്നിട്ട് ഇതിൽ ഉള്ള ഇത് എന്തൊക്കെയാണ്, മെറ്റഫർ ആണോ അതോ സിമിലി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? മെറ്റഫർ ആണ് എഴുതേണ്ടത്. മെറ്റഫർ അല്ലാതെ മറ്റേതെങ്കിലും ഫിഗർ ഓഫ് സ്പീച്ച് ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് പ്രകടമായിട്ട് ഈ കവിതയിൽ ഫുൾ കാണാൻ പോകുന്നത് എന്താണ്? പ്രധാനമായിട്ടുള്ളതും മെറ്റഫറാണ്. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീടിൻ്റെ തന്നെ ഒരു മെറ്റഫറിനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു വീടിനെ വിശേഷിപ്പിക്കാവുന്നത് എങ്ങനെയൊക്കെയാണ്, ഒരു സ്ത്രീയെ വെച്ച് എങ്ങനെയൊക്കെ ഒരു വീടിനെ വിശേഷിപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദ മദർ സേസ് ദാറ്റ് ഷീ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. മദർ ഇവിടെ പറയുന്നത് ഒരു അമ്മയുടെ സ്ഥാനത്ത്, സ്ത്രീ ഒരു അമ്മയായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെ തൂണുകളാണ്, വീട് വീഴാതെ കാത്തു സൂക്ഷിക്കുന്നത് അമ്മയാണ്. അപ്പോൾ ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ടല്ലോ അല്ലേ? വീട് വീഴാതെ കൈ പൊക്കി വീടിനെ താങ്ങി നിർത്തുന്നതാണോ അമ്മയുടെ ജോലി? അതല്ല. വീടിന് മൊത്തം ഒരു ബലം കൊടുക്കുന്നത്, അതായത് വീടിന് മാനസികമായിട്ടുള്ള വീട്ടിലുള്ള ആളുകൾക്ക് ഒക്കെ മാനസികമായിട്ടൊരു ബലം കൊടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു വെൽനെസ് കൊടുക്കുന്നത്, അവരെ മാനസികമായി തളർത്താതെ നിർത്തുന്നത്, എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നത് അമ്മയാണ്. ആ ഒരു രീതിയിലാണ് ഇവിടെ പില്ലർ എന്നുദ്ദേശിക്കുന്നത്, തൂണാണ് എന്നുദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? ഐ എം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് ശരിക്കും പില്ലറാണോ? അല്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പില്ലറായിട്ട് ഇമാജിൻ ചെയ്യപ്പെടുകയാണ്. ഒരു തൂണാണ്, ഒരു തൂണ് പോലെയാണ് സ്ത്രീ. അത്രയും സഹനശക്തി, അതിൻ്റെ ഒപ്പം താങ്ങി നിർത്താനുള്ള ശേഷി, വീടിനെ മുഴുവൻ നിലം പതിക്കാതെ താങ്ങി നിർത്താനുള്ള ശേഷി സ്ത്രീക്കുണ്ട് എന്നാണ് പറയുന്നത്. The keystone of the arch am I. She is the keystone of the arch, without which the roof and wall would fall and the house would be ruined. അതാണ് പറയുന്നത്. Take me away and roof and wall would fall to ruin me utterly. ഇവിടെയും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. ആർച്ച് എന്ന് പറയുമ്പോൾ എന്താണ്?
ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ ചുമരിലൊക്കെ വളഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ആർച്ച് അല്ലേ. അപ്പോൾ അതിൻ്റെ കീ സ്റ്റോൺ, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റോണാണ് അതിനെ അങ്ങനെ വളച്ച് വീഴാതെ നിർത്തുന്നത്. ആ സ്റ്റോൺ പോയി കഴിഞ്ഞാൽ അതൊരു ആർച്ച് ആവില്ല. അത് ചിലപ്പോൾ പൊളിഞ്ഞ് റൂഫും വാളും ഒക്കെ പൊളിഞ്ഞ് വീഴും. അപ്പോൾ അങ്ങനെ പൊളിഞ്ഞ് വീഴാതിരിക്കാനായിട്ടുള്ള ആ കീ സ്റ്റോൺ, ഏറ്റവും ഒരു വീടിനെ വീടാക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ് ആ ആർച്ചിലത്തെ കീ സ്റ്റോൺ. അതുപോലെ തന്നെയാണ് ഒരു അമ്മയില്ലാത്ത വീട് നമുക്ക് ശരിക്കും അറിയാം അല്ലേ. അതുപോലെ തന്നെയാണ്, അതായത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സെൻട്രൽ മെറ്റഫറിലാണ് ഇരിക്കുന്നത്. അതായത് അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ഈ ഒരു സെൻട്രൽ മെറ്റഫറിലാണ് ഇരിക്കുന്നത് സ്ത്രീ, ഒരു വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും. അതാണ് ആദ്യം പറയുന്നത്, ടേക്ക് മീ അവേ. അപ്പോൾ ആ കീ സ്റ്റോണിനെ ഒന്ന് എടുത്തു നോക്കൂ, ആ അമ്മയൊന്ന് എടുത്ത് മാറ്റി നോക്കൂ. റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ utterly. എല്ലാ റൂഫും വാളും എല്ലാം താഴത്തേക്ക് നിലം പതിച്ചിരിക്കും. അപ്പോൾ ആ ഹൗസ് റൂയിൻഡ് ആവും. റൂയിൻഡ് എന്ന് പറയുമ്പോൾ കൊളാപ്സ്ഡ് ആവും, നശിക്കും. utterly മീൻസ് തീർത്തും നശിക്കും. അതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. ഇവിടെയും ഫുൾ മെറ്റഫറാണ് പറയുന്നത് ഈ സ്റ്റാൻസയിൽ അല്ലേ. ആദ്യം പറയുന്നത് ഷീസ് കമ്പയർഡ് ടു ദ ഫയർ, ഒരു തീനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ഒരു വുമണിനെ. ഇവിടെ ആ തീയുടെ പ്രത്യേകത എന്താണ്? ഹാർത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങൾ, തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ തീ കൂട്ടും, തണുപ്പ് മാറാനായിട്ട് തീ കൂട്ടി വയ്ക്കും. അപ്പോൾ തീ കായാനായിട്ട് അതിൻ്റെ അടുത്ത് പോവും. അപ്പോൾ വളരെയധികം വലിയൊരു ആശ്വാസമാണ് അവർക്ക് കിട്ടുക. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഓതർ തണുപ്പുള്ള രാജ്യത്ത് ആയതുകൊണ്ട് അവർക്ക് ഇതൊരു കോമൺ ഫിനോമിനൻ ആയിരിക്കും. അപ്പോൾ തണുപ്പുള്ള ആ ഒരു സ്ഥലത്ത് ചൂടാണ് സ്ത്രീ, അല്ലെങ്കിൽ തീയായിട്ട് വരുന്നതാണ്. തണുപ്പ് മാറ്റാനായിട്ട്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട്, എല്ലാ സങ്കടങ്ങളും മാറ്റാനായിട്ട് ഒരു നല്ല, നമ്മൾ മലയാളികൾ പറയുമ്പോൾ നിലവിളക്കാണ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നല്ല തീയായിട്ട് വരുന്നതാണ്, തീ കായാനായിട്ട്, മറ്റുള്ളവർക്ക് സ്നേഹം പകരാനായിട്ട്, ആശ്വാസം പകരാനായിട്ട് വരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കി ചിന്തിച്ച് വരുമ്പോൾ കുറേ അർത്ഥങ്ങൾ നമുക്ക് പറയാം. അടുത്തത് എന്താണ് പറയുന്നത്? ഐ എം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. ക്ലിയർ സ്കൈ. ഇപ്പോൾ മഴയൊന്നും പെയ്യാത്ത ആകാശമാണെങ്കിൽ, ഇപ്പോൾ മഴക്കാറൊന്നും ഇല്ലാത്ത ആകാശമാണെങ്കിൽ നമുക്ക് സൂര്യനെ തെളിഞ്ഞ് കാണാം. ആ സൂര്യൻ്റെ വെളിച്ചം പോലെയാണ് ഞാൻ. ഒരു വീട്ടിലെ വെളിച്ചമാണ്, അതായത് ആ വീട്ടിലെ പ്രകാശം പരത്തുന്ന, സന്തോഷം പരത്തുന്ന ആളാണ് ഞാൻ എന്ന് പറയാം. വീട്ടിൽ എന്ന് പറയുമ്പോൾ വീട് മാത്രമല്ല, എല്ലായിടത്തും എന്ന് നമുക്ക് പറയാം. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. വീണ്ടും പറഞ്ഞു ചൂടിൻ്റെ കാര്യം. അപ്പോൾ ഭൂമി, ചിലർ പറയും ഭൂമി ദേവിയാണ്, ഭൂമി എന്ന് പറയുമ്പോൾ സ്ത്രീ ആയിട്ടാണ് നമ്മൾ പറയാറ് അല്ലേ. അതായത് ആ ഭൂമിയെ ചൂടാക്കുന്ന, ഭൂമി തണുത്തുറഞ്ഞു നിൽക്കുന്ന ഭൂമിയെ, ആ ഭൂമിക്ക് ചൂട് പകർന്നു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഒരു സ്ത്രീക്ക് അത്രയും ശക്തിയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് സ്ത്രീ ഇല്ലാതെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഉണ്ടാവില്ല എന്ന്, അതൊക്കെ നമുക്കിങ്ങനെ ഇതിൽ നിന്നും വായിച്ചെടുക്കാം ഇത് വായിക്കുമ്പോൾ. which else were colder than a stone. അപ്പോൾ ഒരു സ്റ്റോണിനേക്കാളും കോൾഡറായിട്ട് മാറിയിരിക്കും ചിലപ്പോൾ ഈ സ്ത്രീ ഇല്ലാത്ത ഭൂമി എന്ന് പറയുമ്പോൾ. ഇവിടെ പല പല അർത്ഥങ്ങളുണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു സ്റ്റോൺ എന്ന് പറയുമ്പോൾ അത്രയും, അതായത് ജീവൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ സ്റ്റോണിനേക്കാളും കോൾഡറായിരിക്കാം, അത്രയും ഉപയോഗശൂന്യമായിരിക്കാം ഈ ഭൂമി സ്ത്രീ ഇല്ലാതെ എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻ ഫസ്റ്റ് ടു സ്റ്റാൻസാസ്
we can clearly see the picture of metaphor in the first two stanzas. The woman is compared to the pillars of the house, keystone of the arch, and she says that if anyone try to take that keystone, that means who is the keystone here? Woman. If anyone take away woman from a house, that entire house would be ruined. I am the fire upon the hearth. The next stanza comes the great metaphor if we are thinking about a woman. Woman is a fire, or woman is like light of the good sun, and woman is the heat that warms the earth. Or otherwise, if there is no woman, earth will be colder than a stone. That means there will be no life in the earth. There will be no happiness in this earth. Woman is all in all. Next, let's go to the third paragraph. At me the children warm their hands. I am the light of love alive. Without me, cold the hearthstone stands, nor could the precious children thrive. The woman says that children warm their hands in her. That means we know in cold countries it is very much cold, and the children will come to their mother and ask her to warm their hands. That means they need heat, they need the love of heat, or they need the care of their mother. For that they warm their hands. I am the light of love alive. All that we have said in the second paragraph, second stanza, light of love. There is no more to explain. Woman is the light of love. And alive is a great word here. Woman is light of love alive. Alive. Is light alive? No. But is woman alive? Yes. Woman is also like light. Without me, cold the hearthstone stands, nor could the precious children thrive. That means ഞാൻ നേരത്തെ ഈ ഹാർട്ട് സ്റ്റോണിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹാർട്ട് സ്റ്റോണും ഹീറ്റും തമ്മിൽ ബന്ധമുണ്ട്. ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, അല്ലെങ്കിൽ ഫയർ അപ്പോൺ ദ ഹാർത്ത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വിത്തൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. നോ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. That is the gift given to mother by God. That is, without a mother, children is absent. Children cannot thrive in this world, or children cannot live without her protection. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തേർഡ് പാരഗ്രാഫ് ഞാൻ മലയാളത്തിൽ കൂടുതൽ ഇതായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞു നേരത്തെ ഈ ചിൽഡ്രൻ അവരുടെ ഹാൻഡ്സ് വാം ചെയ്യുന്നത് സ്ത്രീയിലാണ്, അല്ലെങ്കിൽ വുമൺ അമ്മയിലാണ്. അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് ചൂട് കിട്ടാനായിട്ട് അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് അവരുടെ കൈ ചൂടാക്കും അല്ലേ. അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഐ എം ദെയർ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. അതിനും വേറൊന്നും പറയാനില്ല. സ്നേഹത്തിൻ്റെ വെളിച്ചമാണ്, ജീവനുള്ള വെളിച്ചമാണ്. വെളിച്ചത്തിന് ജീവനുണ്ടോ? ഇല്ല. പക്ഷെ അമ്മയ്ക്ക് ജീവനുണ്ട്. ജീവനുള്ള ഒരു വെളിച്ചമാണ്, സ്നേഹത്തിൻ്റെ വെളിച്ചമാണ് അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്നാണ് പറയുന്നത്.
പിന്നീട് എന്താണ് പറയുന്നത്? വിതൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തോളൂ. നേരത്തെ ഞാൻ പറഞ്ഞു ഐ എം ദ ഫയർ അപ്പോൺ ദ ഹാർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹാർട്ടിലുള്ള സ്റ്റോൺ, അതിനെയാണ് ഹാർട്ട് സ്റ്റോൺ എന്ന് പറയുന്നത്. ഹാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അവർ തീ കായാനായിട്ട് തീ കൂട്ടുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അവിടുത്തെ ഹാർട്ട് സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കല്ലാണ്. അവിടുത്തെ കല്ല് കോൾഡായിട്ടേ നിൽക്കുന്നുള്ളൂ. കാരണം അവിടെ തീ ഉണ്ടാവില്ല. തീ ഇല്ലെങ്കിൽ കല്ല് കോൾഡായിട്ട് തന്നെ കോൾഡായിട്ടേ നിൽക്കുള്ളൂ. നമുക്കതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ തീ എന്ന് പറയുന്നതാണ് അമ്മ അല്ലെങ്കിൽ വുമൺ. അപ്പോൾ ആ തീ ഇല്ലെങ്കിൽ വിതൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ് കോൾഡ്. നോ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. അല്ലേ? ഇപ്പോൾ കുട്ടികളെ പ്രസവിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോവുക, അവർക്കൊരു അബദ്ധം വരാതെ നോക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് അമ്മമാർ ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ അമ്മയുടെ ഒരു കെയർ, ലാളന, ശുശ്രൂഷ ഇതൊന്നും ഇല്ലെങ്കിൽ ആ കുട്ടികൾ പിന്നീട് ജീവിച്ചു പോവില്ല. അല്ലേ? ചെറുപ്പത്തിലെ അമ്മയുടെ ലാളനയും അതുപോലെ തന്നെ കെയറും ശ്രദ്ധയും ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അപകടങ്ങളൊക്കെ വരാം. അപ്പം അങ്ങനെ അപകടങ്ങളൊന്നും വരാതെ കാത്തു സൂക്ഷിക്കുന്നത് അമ്മയാണ് എന്നാണ് പറയുന്നത്. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിംഗ്. They are not of love, from whose close tether no lost child goes a wandering. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കവിതയിൽ പലതും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. പക്ഷെ പല രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ട് സ്റ്റോണിൻ്റെ കേസ്, അതുപോലെ തന്നെ വിച്ച് എൽസ് വർ കോൾഡർ ദാൻ എ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ലൈൻസ് ഇവിടെയുമുണ്ട്. പക്ഷെ ഓരോ വരികളുടെയും ബ്യൂട്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫോർത്ത് സ്റ്റാൻസയിലേക്ക് കിടക്കുമ്പോൾ, ഇൻ ദ ഫോർത്ത് സ്റ്റാൻസ ദ വുമൻ സീസ് ദാറ്റ് ഷീ ഈസ് ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിംഗ്. We all know the twist in knot. It holds all the twines together. They are not of love. That is the important point here. Which knot? Not of love. The woman take care of love, children's love between each of them. From whose close tether no lost child goes a wandering. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ത്രെഡ്സ്, ഇപ്പോൾ ഒരു നൂല് കെട്ടുകയാണെങ്കിൽ ആ നൂലിൻ്റെ രണ്ട് നൂലുകൾ തമ്മിൽ കെട്ടുകയാണെങ്കിൽ ആ രണ്ട് നൂലുകളെ പിടിച്ചു നിർത്തുന്നത് ആ കെട്ടാണ് അവിടുത്തെ പ്രധാനമായത്. അപ്പോൾ എല്ലാത്തിലും പറയുന്നത് ഏറ്റവും പ്രധാനമായത് അമ്മയാണ്, ഏറ്റവും പ്രധാനമായത് വുമണാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിലുള്ള ആ നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നോട്ട്, കെട്ട്. അപ്പോൾ ആ ട്വിസ്റ്റാണ് അതിനെ ആ രണ്ട് നൂലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഈ നൂലിൻ്റെ എക്സാമ്പിൾ പറയണം. അപ്പോൾ രണ്ട് നൂലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ഒരുമിച്ച് നിർത്തുന്നത്. ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സീക്രട്ട് റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളെ അവരുടെ ആ സീക്രട്ട് റിങ്ങിൽ, അവരുടെ ആ ഒരു വലയത്തിൽ, സ്നേഹവലയത്തിൽ നിർത്തുന്നത് അമ്മയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ മുറിയാതെ നോക്കുന്നത്, അല്ലേ? കുട്ടികൾ തമ്മിൽ, സ്വന്തം മക്കൾ തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് അത് തീർക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ അവർക്ക് വഴക്കു കൂടാതെ അവരെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അമ്മയാണ്. അവരെ ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അമ്മയാണ്. അപ്പോൾ അങ്ങനെ നിലനിർത്താനുള്ള ഒരു ട്വിസ്റ്റാണ് അമ്മ എന്നാണ് പറയുന്നത്. They are not of love, from whose close tether no lost child goes a wandering. അപ്പോൾ അവരുടെ നോട്ട് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ കെട്ടുകൾ, ഫ്രം ഹോസ് ക്ലോസ് ടെതർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാൻഡറിങ്. അപ്പോൾ ഇങ്ങനെ കെട്ടി നിർത്തുക, ഇവർ ഓരോ നോട്ടുകൾ, ഓരോ കുട്ടികളെ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ കെട്ടി
മുറുകെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ പറയാം, സ്നേഹത്തിൻ്റെ പവിത്ര വലയത്തിൽ അവൾ കുട്ടികളെ ഒരുമിച്ച് നിർത്തുകയാണെങ്കിൽ, നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാൻഡറിങ്. ഒരു കുട്ടിയും ഇതുപോലെ അമ്മയുടെ സ്നേഹബന്ധത്തിൽ കുട്ടികളെയും കൂടി ഒരുമിച്ച് നിർത്തുകയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും അലഞ്ഞു തിരിഞ്ഞ് പോവില്ല. അതാണ് ഒരു അമ്മയുടെ ശക്തി. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഇതിൽ ഞാൻ പറഞ്ഞതിൽ നിന്നും അപ്പുറം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് എടുക്കുക. എക്സാമിന് അത് എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് കിടക്കാം. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to be their bed. അപ്പോൾ ഇതിൽ നിന്നും ഒരുപാട് മനസ്സിലാക്കാനായിട്ടുള്ളതുണ്ട് ഈ ഒരു സ്റ്റാൻസയിൽ നിന്നും. അപ്പോൾ എന്താണ്, ആദ്യത്തേൽ നിന്നും നമുക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, I am the house from floor to roof. ഒരു വീടാണ്, താഴെ നിന്നും മുകളിൽ വരെ ഒരു വീട് എന്ന് പറയുന്നത് മുഴുവനും അമ്മയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വീടിൻ്റെ അടി മുതൽ മുടി വരെ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് താഴെ തൊട്ട് മേലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വീടിൻ്റെ എല്ലാമാണ് അമ്മ. ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്നതാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മയാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ് എന്ന് നമുക്ക് പറയാം. I deck the walls, the board I spread. I spin the curtains, warp and woof. ഇവിടെ പറയുന്നത് സ്ത്രീ ചെയ്യുന്ന ജോലികളാണ്, ചെയ്യേണ്ടി വരുന്ന ജോലികളാണ്. അപ്പോൾ ബോർഡ് എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട് ബോർഡിന്. പലക, ഭക്ഷണം എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭക്ഷണമാണ്. ഇപ്പോൾ ഡൈനിങ് ഹാളിൽ ഭക്ഷണം നിരത്തേണ്ടി വരുന്ന, എല്ലാവർക്കും ഭക്ഷണം എത്തിക്കേണ്ടി വരുന്ന ജോലി അമ്മയ്ക്കാണ് പലപ്പോഴും കിട്ടാറ്. അതുപോലെ തന്നെ ഡെക്ക് ദ വാൾസ്, ഈ വാളുകളെയൊക്കെ ഡെക്ക് ചെയ്ത് കറക്റ്റ് ഈ വാൾസിനെയൊക്കെ ഒരുക്കുക. ഡെക്ക് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ഡെക്കറേറ്റ് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പല അർത്ഥങ്ങൾ പല സ്ഥലത്ത് വരുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെക്കറേറ്റ് ചെയ്യുക, വാളുകളെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത്, പൊടിയൊന്നും വരാതെ മാറാലൊന്നും വരാതെ സൂക്ഷിക്കുന്നത് ഒരു സ്ത്രീയാണ്. അടുത്തത് I spin the curtains, warp and woof എന്നുദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമായിരിക്കും. വാർപ്പ് ആൻഡ് വൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത്, വാർപ്പ് എന്ന് പറയുമ്പോൾ the threads that run lengthwise, woof എന്ന് പറയുമ്പോൾ threads that run across. അതായത് ഒരു ഡ്രസ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആ ഡ്രസ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, നെടുകയും കുറുകയുമുള്ള നൂലുകൾ ചേർന്നാണ് ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം പോലും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കർട്ടൻ തുന്നുന്നതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ അമ്മ ഇവിടെ കർട്ടൻ സ്പിൻ ചെയ്യുകയാണ്, കർട്ടൻ തുന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കർട്ടൻ്റെ വാർപ്പും വൂഫും ഒക്കെ അമ്മ തുന്നുകയാണ്. അപ്പോൾ കർട്ടൻ്റെ വാർപ്പും വൂഫും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എസെൻഷ്യൽ ഫൗണ്ടേഷൻ ഓർ ബേസ് ഓഫ് എനി സ്ട്രക്ചർ ഓർ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം അതിന് വൂഫ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ. അതായത് എല്ലാത്തിൻ്റെയും എസെൻഷ്യൽ ഫൗണ്ടേഷൻ, ബേസ് എന്ന് പറയുന്നത് അമ്മയാണ്. ഇപ്പോൾ ഇവിടെ കർട്ടൻ എന്ന് പറഞ്ഞേ ഉള്ളൂ. കർട്ടൻ എന്ന് പറയുന്നത് കുടുംബത്തിനോട് നമുക്ക് വേണമെങ്കിൽ സാമ്യം പറയാം. ഒരു കുടുംബത്തിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ആ ഒരു കുടുംബത്തിനെ അതിൻ്റെ നൂലിഴകളിൽ പിടിച്ചു നിർത്തുന്നത് അമ്മയാണ്. അമ്മ തുന്നുന്ന വാർപ്പ് ആൻഡ് വൂഫാണ്. അമ്മ ഇങ്ങനെ തുന്നി കേടുകൂടാതെ തുന്നി എന്തെങ്കിലും ഇഴ വിട്ടുപോയി കഴിഞ്ഞാൽ അത് ചേർത്ത് തുന്നി അങ്ങനെ സൂക്ഷിക്കുന്നതാണെന്ന് പറയാം. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഇവിടെ ആർക്കും മനസ്സിലാവാത്ത, തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ചില അമ്മ പക്ഷികൾ അവർ നെസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, കൂടുണ്ടാക്കുമ്പോൾ ഈ അവരുടെ കൂട്ടിലെ പക്ഷിക്കുട്ടികളെ
പക്ഷിക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് ആ പക്ഷിക്കുട്ടികളെ ഇരുത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഈ പക്ഷിക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മ പക്ഷി അവരുടെ അമ്മ പക്ഷിയുടെ സ്വന്തം തൂവലുകൾ പൊഴിക്കും. എന്നിട്ട് അവിടെ ഒരു ബെഡ് പോലെ ഉണ്ടാക്കി, എന്നിട്ടാണ് അവിടെ ആ പക്ഷിക്കുട്ടികളെ നോക്കി വളർത്തുക. അതായത് അമ്മ സ്വന്തം തൂവലുകളാണ് പൊഴിക്കുന്നത്, സ്വന്തം തൂവലുകൾ, സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കളയുന്നത്. അതായത് മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അമ്മ എന്നാണ് ആ വരിയിൽ പറയുന്നത്. ഷേക്ക് ദ ഡൗൺ ടു ബി ദ ബെഡ്. ഷേക്ക് ദ ഡൗൺ ഉദ്ദേശിക്കുന്നത്, ഷേക്ക് ദ ഡൗൺ എന്ന് പറയുമ്പോൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. ഹിയർ ഷീ, വുമൺ, അമ്മ പക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വുമൺ ആണ്. വുമൺ ചെയ്യുന്ന കാര്യങ്ങളാണ് അമ്മ പക്ഷി ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീയും ഇതേ കാര്യം ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അവളുടെ കുടുംബത്തിന് വേണ്ടി, അവളുടെ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ എന്ത് ചെയ്യുന്നു, കളയുന്നു അല്ലെങ്കിൽ ആ ജീവൻ്റെ ഒരു ഭാഗം തന്നെ ഒഴിഞ്ഞു വെക്കുന്നു. ഹിയർ ഷീ ഈസ് ഓൾസോ കമ്പയർഡ് ടു എ മദർ ബേർഡ് ഹു ബിൽഡ്സ് ദ നെസ്റ്റ്, feeds the nestlings and makes their bed with her own soft feathers. അമ്മ പക്ഷി ഒരു മദർ ബേർഡായിട്ട് കമ്പയർ ചെയ്യാണ്. ഹു ബിൽഡ്സ് ദ നെസ്റ്റ്, ഒരു കൂടുണ്ടാക്കുകയാണ്. ഫീഡ്സ് ദ നെസ്ലിങ്സ് എന്ന് പറയുമ്പോൾ കൂട്ടിലെ കുട്ടികളെ, പക്ഷിക്കുട്ടികളെ ഫീഡ് ചെയ്യുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ് അവർക്ക്. ആൻഡ് മേക്സ് ദെയർ ബെഡ് വിത്ത് ഹെർ ഓൺ സോഫ്റ്റ് ഫെതേഴ്സ്, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ബെഡ് ഉണ്ടാക്കുകയാണ് ആ അമ്മയുടെ തന്നെ സോഫ്റ്റ് ഫെതേഴ്സ് ഉപയോഗിച്ച്. Then I am the house from floor to roof means the woman is all in all in a house. In a house, the foundation to roof. Woman is all. Woman is the all-rounder in a house. I deck the walls, the board I spread. Here, the woman decorates the walls, or she dines the table for her family. She spins the curtain from warp and woof. Here, warp and woof means the essential foundation or base of any structure or organization. Warp and woof is actually the threads that run lengthwise and the threads that run across. Warp and woof together make the fabric. Without warp and woof, we cannot make a fabric. We cannot complete the work of a fabric. Here, this fabric is family. Family itself is that fabric, and for that fabric, to make that fabric, to take care of the fabric, that means here curtains. Here the fabric mentioned here is curtains. Fabric mentioned here. The family itself is compared to curtains, and that curtains are maintained without any damage by the woman by spinning it, warp and woof, and shake the down to be their bed. We all know that some mother birds shake their own soft feathers to make bed for her nestlings, to feed them, to protect her nestlings while feeding, and to make them feel good. Here she is also compared to a mother bird who builds the nest, feeds the nestlings, makes their bed with her own soft feathers. Here this is a very beautiful comparison. വളരെ മനോഹരമായിട്ടുള്ളൊരു കമ്പാരിഷൻ ആണ് ഇവിടെ, കമ്പയറിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അടുത്ത സ്റ്റാൻസ, ലാസ്റ്റ് സ്റ്റാൻസയാണ്. I am their wall against all danger, their door against the wind and snow, though whom a woman laid in a manger, take me not till the children grow. Here the woman says that she walls out all the dangers, or she protects the children or the family from all wind and snow.
She protects them from all dangers. What is the purpose of a wall in a house? A wall protects from wind or snow and protects from all dangers, and it protects from thieves, thunder, rain, wind, snow, all dangers. That same role is done by woman in a house. Then in the next line, woman is compared to door. In the first line, woman is compared to wall, and the second line, and in the second line, woman is also compared to a door to protect her, to protect her children or family against the wind and snow. Though the third and fourth line is a prayer of woman. The poem ends with mother's prayer to Jesus to keep her alive till the children grow. Though mentioned here is Jesus Christ, whom a woman laid in a manger. Here we all know a woman laid Jesus Christ in a manger, and that woman is a great woman. Here this poem is all about woman, and that God himself is laid by a woman in a manger. Here also the poet tries to explain the importance of woman. Okay, though whom a woman laid in a manger, take me not till the children grow. The mother prays, or the woman prays to the God, Jesus Christ, to take her not till the children grow. All that a mother have is her children. Until her children grow, he cannot do anything, or he can care them. He want to take care after them. He want to shower she want to shower all the love towards them. So here the mother says that don't take her to the heaven or take her life. She want to take care after her children. Okay. Here the poem ends. അപ്പോൾ ഇതിൽ പറയുന്നത് I am the wall against all danger. അതായത് ഞാൻ അവരുടെ വാളാണ്, എല്ലാ ഡേഞ്ചറിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചുമരാണ്. ഇവിടെ സ്ത്രീ കമ്പയർ ചെയ്തിരിക്കുന്നത് ചുമരുമായിട്ടാണ്, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന. ഇപ്പോൾ ഒരു ചുമരിന് ഒരു വീട്ടിലുള്ള റോൾ എന്താണ്? കള്ളന്മാരിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ രക്ഷ നേടാം ചുമര് അവിടെ ഉള്ളപ്പോൾ. ഇടിമിന്നലിൽ നിന്നും മഴയിൽ നിന്നും കാറ്റിൽ നിന്നും ഒക്കെ രക്ഷ നേടാം. അപ്പോൾ ഇതിൽ പറയുന്നത് വിൻഡും സ്നോവുമാണ്, അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത് പറയുന്നത് ഡോറായിട്ടാണ് വുമൺ. നമുക്കിതിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്ന കാര്യം എന്താണ്? വുമൺ ഒരു വീടിൻ്റെ എല്ലാമാണ്. ഡോറാണ്, വോളാണ്, റൂഫാണ്, ഫ്ലോറാണ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരു വീട് എന്ന് പറയുമ്പോൾ എന്താണ്? ആ വീട് മൊത്തം ഒരു വുമണാണ്. അതായത് ആ വീട് ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ വുമണും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഡേഞ്ചറിൽ നിന്നും രക്ഷിക്കാനായിട്ട്, അതുപോലെ തന്നെ വിൻഡും സ്നോയിൽ നിന്നുമൊക്കെ ഒരു വാതിൽ പോലെ നിൽക്കാനായിട്ട്, അതിൽ നിന്നുമൊക്കെ രക്ഷ നേടാനായിട്ട് വുമൺ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിൻഡർ സ്നോ എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റായിട്ട് അത് അങ്ങനെ പറയുന്നതല്ല, പക്ഷെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ സഹായിക്കുന്നത്, എല്ലാവരും ഓടി അണയുന്നത് ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ്, അമ്മയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ സഹോദരിയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആരായാലും. വുമൺ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവസാനത്തെ 2 വരി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് പല എക്സാംസിനും.
Though whom a woman laid in a manger, take me not till the children grow. അവിടെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ആരോടാണ്? ദോ ഹൂം എ വുമൺ ലീഡ് ഇൻ എ മാങ്കർ. മാങ്കർ എന്ന് ഉദ്ദേശിക്കുന്നത് പുൽക്കൂട്. പുൽക്കൂട്ടിൽ ഒരു സ്ത്രീ തന്നെ കിടത്തിയിട്ടുള്ള ആ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദോ ഹൂം എ വുമൺ ലീഡ് ഇൻ എ മാങ്കർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ തന്നെയാണ് യേശുവിനെ പുൽക്കൂട്ടിൽ കിടത്തിയിട്ടുള്ളത്. അവിടെയും കൂടി സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ത്രീ ദൈവത്തിനെ പോലും ശുശ്രൂഷിച്ച, അല്ലെങ്കിൽ ദൈവത്തിനെ പോലും ദൈവത്തിനെ പോലും കെയർ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ സ്ത്രീ ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ദോ ഹൂം എ വുമൺ ലേഡ് ഇൻ എ മാങ്കർ, പുൽക്കൂട്ടിൽ കിടത്തിയിട്ടുള്ള, അപ്പോൾ അവിടെ പേരൊന്നും എടുത്തു പറയുന്നില്ല എന്ന് വെച്ചാൽ പോലും നമുക്കത് മനസ്സിലാവും. പുൽക്കൂട്ടിൽ ഒരു സ്ത്രീ കിടത്തിയ ആ ദൈവമേ എന്ന് പറയുമ്പോൾ, ദോ എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആരെയാണ്? ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. കുട്ടികൾ വളരുന്നത് വരെ എന്നെ ഒരിക്കലും കൊണ്ടുപോകരുതേ എന്നുദ്ദേശിക്കുന്നത് എന്നിലെ ജീവൻ എടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു അമ്മ. ഇത് എല്ലാ അമ്മമാർക്കുമുള്ള പ്രാർത്ഥനയാണ്. കുട്ടികളെ നോക്കണം. അപ്പോൾ കുട്ടികൾ വളർന്നു വരുന്നത് വരെ എനിക്ക് അവരെ നോക്കാൻ സാധിക്കണം. അവർക്ക് കെയർ ആവശ്യമാണ്, എൻ്റെ കെയർ ആവശ്യമാണ് എന്നുള്ള ബോധ്യം എല്ലാ സ്ത്രീകൾക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന എന്തായിരിക്കും? അതുവരെ കുട്ടികൾ വളർന്ന് ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ, ഒന്ന് മെച്ചൂർഡ് ആവുന്നത് വരെ, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നത് വരെ എന്നെ മുകളിലേക്ക് എടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് അവരുടേതായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ, ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ വിമൻ്റെയും പ്രാർത്ഥനയാണ്, എല്ലാ സ്ത്രീകളുടെയും പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പോയത്തിലൊക്കെ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്. സ്ത്രീകളുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇതിലിടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ ഇന്നർ മീനിങ്സ് എടുക്കാം. സ്ത്രീ എന്താണ്, ഒരു സ്ത്രീയുടെ റോൾ എന്താണ് ഒരു കുടുംബത്തിൽ, അതാണ് മൊത്തത്തിൽ ഇതിൽ പറയുന്നത് അല്ലേ. ഇപ്പോൾ കാതറിൻ ടൈനാൻ എന്ന് പറയുന്ന ഈ പോയിറ്റാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവരെ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ് ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ ഇതിൽ കുറേ ഗ്ലോസറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പോയത്തിൽ നമുക്ക് മനസ്സിലാവാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, തിങ്ക് ആൻഡ് റൈറ്റ്, ലെറ്റ്സ് ഡിസ്കസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഷോർട്ട് സമ്മറി നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇതൊന്ന് വായിച്ചിട്ട് ഓരോ വരികളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞാൻ കുറച്ച് ഫാക്ട്സും കൂടി പറയട്ടെ. അതായത് പില്ലർ എന്ന് പറയുന്നത്, കീസ്റ്റോൺ എന്ന് പറയുന്നത്, ഫയർ, നോട്ട് ഓഫ് ദ റിങ്, മദർ ബേർഡ്, ഇതൊക്കെ എല്ലാമായിട്ട് സ്ത്രീ കമ്പയർ ചെയ്യുന്നുണ്ട്. സ്ത്രീയെ അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറയുന്നുണ്ട്. സ്ത്രീ എന്ന് പറയുമ്പോൾ പില്ലറാണ്, കീസ്റ്റോൺ ആണ്, ഫയറാണ്, നോട്ട് ഓഫ് ദ റിങ് ആണ്, മദർ ബേർഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പില്ലർ എന്ന് പറയുമ്പോൾ എന്താണ്? വെയിറ്റ് താങ്ങി നിൽക്കുന്നതാണ് അല്ലേ. ഒരു കുടുംബത്തിലെ മൊത്തം ഭാരം താങ്ങി നിൽക്കുന്നതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം, പില്ലേഴ്സ് ബെയർ ദ വെയിറ്റ്. പിന്നെ പറയുന്നത് കീസ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താണ്? മുഴുവൻ ടെൻഷനും താങ്ങി നിൽക്കുന്നതാണ്. അതായത് ഈ ആർച്ചിൻ്റെ മുഴുവൻ ടെൻഷനും, അല്ലെങ്കിൽ ആർച്ചിനെ ആ വളഞ്ഞ രീതിയിൽ അങ്ങനെ തന്നെ നിർത്താനായിട്ട് ആ കീസ്റ്റോൺ ഒരുപാട് പാടുപെടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കുടുംബത്തിലെ മൊത്തം സ്ട്രെസ്സ്, ടെൻഷൻ, എല്ലാ വ്യാധികളും എല്ലാം ഇങ്ങനെ തലയിലേറ്റി നിൽക്കുന്നതാണ് സ്ത്രീ, അല്ലെങ്കിൽ ആ കുടുംബത്തിലത്തെ ഗൃഹനാഥ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ഫയർ എന്ന് പറയുന്നത് സ്വയം കത്തിത്തീരുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെയധികം റെലവെൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫയർ അപ്പോൺ ദ ഹാർട്ട് സ്റ്റോൺ, അതുപോലെ തന്നെ
ഫയർ കുറേ സ്ഥലത്ത് പറഞ്ഞു പോകുന്നുണ്ട്. സ്ത്രീ തീയാണ്, അതായത് സ്വയം എരിഞ്ഞെരിഞ്ഞ് നിൽക്കുന്നതാണ്, സ്വയം എരിയുന്നതാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്വയം എരിഞ്ഞ് സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചൂടേകാനായി, മറ്റുള്ളവർക്ക് കാഴ്ചയേകാനായിട്ട് സ്വയം തീയായി മാറുന്നതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണത്. ഇനി അടുത്തത് പറയുന്നത് നോട്ട് ഓഫ് ദ റിംഗ് ആയിട്ടും സ്ത്രീ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ നോക്കുകയാണെങ്കിൽ, നോട്ട് എന്ന് പറയുമ്പോൾ ട്വിസ്റ്റഡ് ബൈ ഫോഴ്സ്, ഇതിങ്ങനെ ശക്തിയിൽ ഫോഴ്സ് വെച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ആ കെട്ടാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബലം ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. പിന്നീട് മദർ ബേർഡായിട്ട് കമ്പയർ ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു. സെൽഫ്ലെസ് സഫറിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷെഡ്സ് ഇറ്റ്സ് സോഫ്റ്റ് ഫെദേഴ്സ് അണ്ടർ ദ സെൽഫ്ലെസ് സഫറിങ് ദാറ്റ് മദർഹുഡ് ഇൻവോൾവ്സ്. അതായത് മദർഹുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൽഫ്ലെസ് ആയിട്ടുള്ള സഫറിങ് ആണ്. ആ സ്ത്രീ അത്രയും സഫർ ചെയ്തിട്ടാണ് സ്വന്തം മക്കളെ പരിപാലിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത് മദർ ബേർഡായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കവിതയിൽ നിന്ന് തന്നെ. കുറേ നിങ്ങൾക്ക് കമ്പാരിസൺ, ഇതിൽ കുറേ വരുന്നത് കമ്പാരിസൺ വരുന്നുണ്ട്, മെറ്റഫോറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തപ്പിക്കൊണ്ടിരുന്ന കുറേ ഇന്നർ മീനിങ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തോളൂ. സന്തോഷം. സമ്മറി എഴുതാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്വാതിജാസ് പേപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് കാണാം. ചാനലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. Study online with Swatija's paper.